ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാനും മോളും അമ്മയും കൂടെ ഞങ്ങളുടെ ഇവിടെ വല്യമ്മയുടെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഈ വല്യമ്മയുടെ വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ളി ഗൃഹാതുരത്വം തരുന്ന എന്താ പറയുക, അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ആ വീട്ടിൽ മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ പഴയ പത്തായവും പത്തായത്തിനകത്തുള്ള ഒരു പ്രത്യേക അതിഥിയും കേട്ടോ. അപ്പോൾ അതിഥിയല്ല, പുള്ളിക്കാരൻ്റെ സ്ഥിര താമസമാണ് അവിടെ. ഇതാ നിങ്ങളീ കാണുന്ന ചേരസാറാണ് കേട്ടോ. അപ്പോൾ ഈ ചേരസാറ് കുറേ നാളുകളായിട്ട് ഇവിടെ തന്നെയാണ് താമസം. അപ്പോൾ ഈ പഴയ പാത്രങ്ങളും ഈ നമ്മുടെ പഴയ പണ്ട് ഉപയോഗിച്ചിരുന്ന ഈ കൃഷിക്കായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും വെള്ളം ഇതാക്കി കളയുന്ന അങ്ങനത്തെ സാധനവും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സുഖമായിട്ട് ഈ ചേരസാറ് ജീവിക്കുകയാണ് കേട്ടോ. കുറച്ചധികം നാളുകളായിട്ട് ഇദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴും പുള്ളിക്കാരൻ നമ്മളെ നല്ല എന്താ പറയുക, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളെ സൽക്കരിക്കുന്ന മാന്യതയോടുകൂടി നമ്മളെ നോക്കിക്കൊണ്ട് പോസ് ചെയ്ത് നാക്കൊക്കെ നീട്ടി തരാണ് കേട്ടോ. അപ്പോൾ മോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, അനോമി ഒന്ന് മാറനോമി, ഇപ്പം അത് ഇങ്ങോട്ട് വരും അനോമി എന്നൊക്കെ. ഞാൻ പക്ഷേ നിന്ന് അതിൻ്റെ എന്താ പറയുക നീളവും വീതിയൊക്കെ അളന്നിങ്ങനെ മൊത്തത്തിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഒരു കൗതുകം തോന്നി കേട്ടോ. കാരണം ഒരുപാട് വർഷം മുമ്പത്തെ എന്താ പറയുക, പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ഇങ്ങനത്തെ സാധനങ്ങളും ഒക്കെ അവർ പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, ഈ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പഴയ നമ്മുടെ കുട്ടിക്കാലവും നമ്മുടെ ആ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മൾ പോകുന്നതും സ്പെൻഡ് ചെയ്യുന്നതും ആ ഒരു ടൈമൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ മോളാണെങ്കിലും അവൾ ഭയങ്കര എന്താ പറയുക, വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഈ കിടാവിനെയും പശുവിനെയൊക്കെ കണ്ടപ്പോൾ അവൾക്ക് എങ്ങനെ ഇതാക്കണം എന്നറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അമ്മ പോയിട്ട് കുറച്ച് ചേമ്പും ഈ പറഞ്ഞ പോലെ ചേനയൊക്കെ കിട്ടുന്നത് പറിക്കാനായിട്ട് അമ്മ അവിടെ പോയിട്ട് ഇതേ കിളച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകളുള്ള സ്ഥലമാണ്. നമ്മുടെ വെക്കേഷൻ ടൈംസും നമ്മൾ ഈ വരുന്നതും നമ്മൾ എല്ലാ എന്താ പറയുക ലൂപ്പ് ആൻഡ് കോർണേഴ്സിലും നമുക്ക് ഓരോരോ ഓർമ്മകളുണ്ടല്ലേ. നമുക്ക് സന്തോഷത്തിൻ്റെതായിട്ടുള്ള കുറേ ഓർമ്മകൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു എൻ്റെ ലൈഫിൽ അങ്ങനത്തെ വളരെ എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ വല്യമ്മതേ പശുവിനെ കുളിപ്പിക്കാനൊക്കെ ഉള്ള തത്രപ്പാടിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഏരിയ ഉണ്ട് ഈ വീടിന് ചുറ്റും. അപ്പം മോളുമായിട്ടൊക്കെ വരുമ്പോഴാണെങ്കിൽ അവളിങ്ങനെ ഓടി നടന്ന്, കാരണം നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിലൊന്നും നമുക്ക് ഇത്രയും സ്ഥലവും സൗകര്യങ്ങളും ഒന്നും കിട്ടാറില്ലല്ലോ. അപ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ തൊഴുത്താണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ പശു ഇങ്ങനെ ഫുൾ റെഡി ആയിട്ടാണ്, നിങ്ങൾ എന്നെ എടുത്തോളൂ, നിങ്ങളെൻ്റെ വീഡിയോയോ ഫോട്ടോയോ എന്താ വെച്ചാൽ എടുത്തോളൂ എന്നുള്ള രീതിയിലാണ് പശു പോസ് ചെയ്ത് തരുന്നത്. അത് കഴിഞ്ഞ് കിടാവാണെങ്കിൽ ഇങ്ങനെ തലയൊക്കെ പൊക്കി നോക്കുന്നുണ്ട് കേട്ടോ, പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ട്. അപ്പം മോളാണെങ്കിൽ പൊതുവേ കുറച്ച് കൗതുകം കൂടുതലുള്ള ആളായതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അങ്ങ് കുറച്ച് എന്താ പറയുക ഹൈപ്പർ കൗതുകത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞത് ഇങ്ങനെ ഈ ഒരു സൈഡിലൊക്കെ വരുമ്പോഴും ഞാൻ പറയില്ലേ, നമ്മുടെ കുഞ്ഞിലെ ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷൻ കൂടെയല്ലേ നമുക്ക് കൂടെയല്ലേ ഈ ഒരു ഓർമ്മകളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അത് പിന്നെയും ഞാനിങ്ങനെ അവിടെ പോയി നമ്മുടെ പണ്ട് എന്താ പറയുക വല്യമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന ഈ പത്തായവും ഇവരെ കൃഷിക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ കലപ്പയും പാത്രങ്ങളും എല്ലാ സാധനങ്ങളും ഇപ്പോഴും അവർ ഇങ്ങനെ എന്താ പറയുക പൊളിച്ചൊന്നും കളയാതെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെയും ചേരസാറിൻ്റെ അടുത്ത് പോയി ചേരസാറിനെ ചൊറിയാനായിട്ട് ചെന്നതായിരുന്നു. അപ്പോൾ ചേരസാർ ഇങ്ങനെ മാറി അങ്ങ് പോയി, നിങ്ങൾ എന്താച്ചാ ചെയ്തോളൂ ഞാൻ പോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് ഈ കലപ്പയും ഇങ്ങനത്തെ കുറേ സംഭവങ്ങളും കണ്ടു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ. അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കേട്ടോ. താങ്ക്